ട്രേഡിംഗ് സീരീസിലെ 12ാമത്തെ ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് PDRA, അതായത് പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ. മാർക്കറ്റിൽ പ്രീമിയം ഡിസ്കൗണ്ടിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയത്തിൽ മാർക്കറ്റ് എത്തുമ്പോൾ ഒരു സെല്ല് നടക്കുകയും ഡിസ്കൗണ്ടിൽ മാർക്കറ്റ് എത്തുമ്പോൾ ഒരു ബൈ നടക്കുക എന്നുള്ളതാണ്. അത് നോർമലി ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു പ്രീമിയം ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ അത് കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യാൻ നോക്കുകയും അത് കുറയുമ്പോൾ അത് കൂടുതൽ ആൾക്കാർ മേടിക്കാൻ നോക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഈ മാർക്കറ്റിൽ പ്രീമിയം ഡിസ്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ഈ PDRAs എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് കണ്ടുപിടിക്കേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഒന്നെങ്കിൽ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗാൻബോസ് എന്ന ടൂൾ യൂസ് ചെയ്യാം. ഇത് രണ്ടും നമ്മുടെ ചാർട്ടിൽ ഓരോ അനലൈസുകൾ നടത്താൻ വേണ്ടിയുള്ള ടൂൾസുകളാണ്. മാർക്കറ്റിൽ ഒരു ബുള്ളറ്റ് സ്ട്രക്ചർ ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്വിംഗ് ലോയിൽ നിന്നും സ്വിംഗ് ഹൈയിലേക്ക് നമ്മൾ ഗ്യാങ് ടൂൾ ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 50% താഴെയുള്ള ഭാഗം ഡിസ്കൗണ്ടായും അതിൻ്റെ 50% മുകളിലുള്ള ഭാഗം പ്രീമിയമായിട്ടും അറിയപ്പെടുന്നു. അതേപോലെ എൻ്റെ സെൻറ്ററിലുള്ള ഭാഗം ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രിയും മാർക്കറ്റ് പ്രീമിയം ഏരിയ വന്നു കഴിഞ്ഞാൽ ഒരു സെൽ എൻട്രി നമുക്ക് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് ഒരു ബിയർ സ്ട്രക്ചർ ബ്രേക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്വിംഗ് ഹൈയിൽ നിന്നും സ്വിംഗ് ലോയ്ക്ക് ഗ്യാങ് ടൂൾ ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ഭാഗം പ്രീമിയമായും താഴെയുള്ള ഭാഗം ഡിസ്കൗണ്ടായിട്ടും വർക്കാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് മുകളിൽ എത്തി കഴിഞ്ഞാൽ ഒരു സെൽ എൻട്രിയും താഴെ നിന്ന് ഒരു ബൈ എൻട്രിയും പ്ലേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വെറുതെ നമുക്കൊരു സെൽ എൻട്രിയും ബൈ എൻട്രിയും ചെയ്യാൻ പറ്റില്ല. അവിടെ കറക്റ്റായ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം. ഒന്നെങ്കിൽ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ആയ ഓർഡർ ബ്ലോക്ക് വേണം, അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്ക് വേണം, അല്ലെങ്കിൽ FEG വേണം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് എല്ലാ ടൈം ഫ്രെയിമിലും വർക്കാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് PDRA, അതെങ്ങനെയാണ് യൂസ് ആകുന്നത്, അത് വെച്ച് എങ്ങനെയാണ് എൻട്രി എടുക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. സോ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ.